ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജാനുവരിയിൽ സംഘടിപ്പിച്ച നെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ നമ്മൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് അതിന്റെ ഓപ്ഷൻസ് അടക്കം നമ്മൾ ചെക്ക് ചെയ്തു. ഒരു കംപ്ലീറ്റ് സ്റ്റഡി, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിക്കുന്നു, ഇൻക്ലൂഡിംഗ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ലിറ്റോട്സ്? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്ത് തന്നെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? ഇപ്പൊ അടുത്ത നമ്മുടെ 6ാമത്തെ ചോദ്യം ആയപ്പോഴത്തേക്ക് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇത്തവണ നടന്ന പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ ഒരു വർധനവ്, അല്ലെ? ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ നമ്പർ കുറഞ്ഞായിരുന്നു. ഓൾറെഡി നമുക്ക് അതിന് മുന്നേ ഉള്ള സൈക്കിൾസിൽ ഇതേപോലെ തന്നെയായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ നമ്പർ കൂടുതലായിരുന്നു, നമ്പർ ഇടയ്ക്കൊന്ന് ഡൗൺ ആയത് നമ്മൾ കണ്ടു. വീണ്ടും ഈ ചോദ്യ പേപ്പർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്വസ്റ്റ്യൻ, അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങും തന്നെ പോയിട്ടില്ല, അതിന്റെ ഒരു റെലവൻസ് വീണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഏത് സിംഗിൾ പോയിന്റ് വേണമെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് എത്ര ചെറിയ മൈന്യൂട്ട് പോയിന്റ് വേണമെങ്കിലും അവർക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. നോക്കിക്കോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ലിറ്റോട്സ്? ലിറ്റോട്സ് എന്ന ഐഡിയ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എങ്കിൽ നമ്മൾ നല്ലപോലെ പ്രഷർ അനുഭവിച്ചു കാണും. എന്താണ് ലിറ്റോട്സ്, ഇതിൽ ഏതാണെന്നുള്ള ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ഇതൊന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലിറ്ററേച്ചറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലിറ്ററേച്ചറിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു യൂസേജ് ആണെന്നൊക്കെയുള്ള ചെറിയ ജനറൽ ജഡ്ജ്മെന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ലിറ്റോട്സ് അറിയാവുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാനും പറ്റിയിട്ടുണ്ടാവും. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓർ എംബസിസ്. ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന് ഉള്ളത്. ഓക്കെ, ഒരു നെഗറ്റീവൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓപ്പോസിറ്റ് ഓഫ് ഹൈപ്പർബോളെ. ഹൈപ്പർബോളയുടെ ഓപ്പോസിറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ലാക്കോണിക് ഇന്റൻഷൻസ്. ലാക്കോണിക് ഇന്റൻഷൻസോട് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ലിറ്റോട്സ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ഐറോണിക് ഇന്റൻഷൻസ്. ഐറണൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും ഐറണി തന്നെയാണ് കേട്ടോ ലിറ്റോട്ട് എന്ന് പറയുന്നത്. വളരെ ചെറുതായിരിക്കും, ബ്രീഫ് ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡ്രാമാറ്റിക് കോണ്ടെക്സ്റ്റ്. ഡ്രാമാറ്റിക് കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് ലിറ്റോട്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. താഴെ തന്നെ അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ട്രൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് കറക്റ്റ് ആണെന്നാണ് തന്നിട്ടുള്ളത്. BC and D only, CD and E only, AD and E only, AC and D only. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, which of the following statements are correct about litotes? ലിറ്റോട്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടേതായിട്ടുള്ള ഒരു അസംഷൻ കൊടുക്കുക. ശരി ഉത്തരം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. AD and E only ആണ് ഇതിനകത്തിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മോസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. C ഒരു പരിധി വരെ കറക്റ്റ് ആണ്, പക്ഷെ എപ്പോഴും ലാക്കോണിക് ഇന്റർപ്രിട്ടേഷൻസ് വേണമെന്ന് നിർബന്ധവും ഇല്ല. അങ്ങനെ ഒരു പോയിന്റ് കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇത് തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് എയും ഡിയും ഇയും മാത്രമേ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സിയും കറക്റ്റ് ആണ്, പക്ഷെ എയും ഡിയും ഇയും കൂടുതൽ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് എലിമിനേറ്റ് ചെയ്ത് AD, C and E only എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിയും എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, പക്ഷെ ഏറ്റവും അപ്രോപ്രിയേറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത 3 പോയിന്റുകൾ ഇതാണ്, എയും ഡിയും ഇയും. ഓക്കെ, നോക്കാം. അപ്പം എയും ഡിയും ഇ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാൻ പറ്റുമല്ലോ. എ ഇതാണ്, ഡി നമുക്കുണ്ട്, ഇ നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ ആ 2 ടാസ്കുകൾ നമ്മൾ തീർത്തു. ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ കേട്ടോ. ഇത് ഓഫ് കോഴ്സ് തെറ്റാണ്. നോട്ട് ഓപ്പോസിറ്റ് ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹൈപ്പർബോളയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ലിറ്റോട്ട് എന്ന് പറയുന്നത്. ലിറ്റോട്ട്സ് യൂസസ് എക്സാഗ്രേറ്റഡ് ലാംഗ്വേജ് ടു ദ ഓപ്പോസിറ്റ് എഫക്ട്. ഓക്കെ, എക്സാഗ്രേറ്റഡ് ലാംഗ്വേജുകൾ നമ്മൾ ഓപ്പോസിറ്റ് എഫക്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരാളിനെ നീ വളരെ മിടുക്കനാണല്ലോ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ലിറ്റോട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളെ നമ്മളൊന്ന് മോക്ക് ചെയ്യാണ്. നീ വളരെ മിടുക്കനാണല്ലോ എന്ന് പറയുന്നതിലൂടെ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ വളരെ സൂത്രശാലിയാണല്ലോ എന്നുള്ള ഒരു ഹിഡൻ മീനിങ് കൊടുക്കാനായിട്ടാണ് സ്പീക്കർ ശ്രമിക്കുന്നത്. In order to understate something and does rely on negation. For example, it's not the worst thing I have eaten means that it probably tastes pretty good. Okay, നമ്മൾ പറയാണ് ഒരു ഫുഡ് ഐറ്റം നമ്മൾ കഴിച്ചിട്ട് അധികം നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ ഫുഡ് ഐറ്റം നമ്മൾ കഴിച്ചിട്ട് പറയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് ഇതൊന്നും അല്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ് ഐ ഹാവ് ഈറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മീനിങ് കിട്ടിയാണ്. ഇറ്റ്സ് നോട്ട് ദ വേഴ്സ്റ്റ് തിങ് ഐ ഹാവ് ഈറ്റൺ എന്ന് പറഞ്ഞാൽ കഴിച്ചതിൽ വെച്ചിട്ട് ഇതിലും ബെറ്റർ ആയിട്ട് ഇതിലും ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൗൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ബാഡ് എന്നുള്ള മീനിങ് കൊടുക്കാൻ പറ്റും. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും 2നെയും നമ്മളൊന്ന് മാച്ച് ചെയ്യിപ്പിക്കുവാണേ. അപ്പൊ ലിസ്റ്റ് 1 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്. ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അൺനോൺ ഇന്ത്യൻ. ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അൺനോൺ ഇന്ത്യൻ നേരെ തന്നിട്ടുള്ളത് ടോം മൊറൈസിനെയാണ്. മൈ സൺസ് ഫാദർ A.S. അയ്യങ്കർ. ഓൾ ത്രൂ ദ ഗാന്ധിയൻ എറ ശാസ്ത്രി ബ്രദ. മൈ ഗോഡ് ഡൈഡ് യങ് നിരാജ് സി ചൗധരി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം. ലിസ്റ്റ് 1ൽ മുഴുവനായിട്ട് നമുക്ക് ടെക്സ്റ്റുകളുടെ പേരാണ്, ലിസ്റ്റ് 2ൽ നമുക്ക് ഓതേഴ്സിന്റെ പേരാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും, അതായത് A1 B2 C3 D4 എന്നുള്ള ഓർഡറിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷനുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, ചേഞ്ചസ് നമുക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ശരി ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ മതി. ശരി ഉത്തരം വരുന്നത് A4 B1 C2 D3 ആണ് കേട്ടോ. A4 B1 C2 ആൻഡ് ഓൾസോ D3. ഓക്കെ, അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലനേഷൻ പാർട്ടിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വർക്കിന്റെ പേരും റൈറ്ററിന്റെ പേരും ഇയർ ഓഫ് പബ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. The autobiography of an unknown Indian is the 1951 autobiography of the Indian writer Niraj C. Chowdhury. 1951 മുതൽ അവൈലബിൾ ആയിട്ട് തുടങ്ങിയ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അൺനോൺ ഇന്ത്യൻ എന്ന് പറയുന്നത്. Written when he was around 50. It records his life from birth in 1897 in Kisorgang, a small town in present-day Bangladesh. The first in Dom Morais trilogy of autobiographies. My son's father is a coming-of-age account of growing up in Bombay and Oxbridge of 1950s. Okay, my son's father. നോക്കിക്കോ, മൈ സൺസ് ഫാദർ എഴുതിയത് ആരാണെന്നും നമുക്കിവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഇതൊന്നും അത്ര അങ്ങോട്ട് മോസ്റ്റ് പോപ്പുലർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പലരും ഇയർ ഓഫ് പബ്ലിക്കേഷനൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നവരുണ്ടാവും. സോ ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അൺനോൺ ഇന്ത്യൻ 1951. എഴുത്തുകാരൻ്റെ പേര് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള നിരാജ് സി ചൗധരി. ഓക്കെ, 50 വയസ്സുള്ളപ്പോഴാണ് എഴുതുന്നത്. തൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയുന്നത്. സ്മോൾ ടൗൺ ഇൻ പ്രസന്റ് ഡേ ബംഗ്ലാദേശിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അടുത്തത് ടോം മൊറൈസ് ആണ്. മൊറൈസിന്റെ ട്രിലോജിയുടെ പേരാണ് മൈ സൺസ് ഫാദർ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ് ഒരു 1950s ഒരു സൊസൈറ്റിയാണ്, ബോംബൈ സൊസൈറ്റി ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റോൾ ഓഫ് പ്രസ് ആൻഡ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഒക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ ഓൾ ത്രൂ ദ ഇന്ത്യൻ എറ. ഓക്കെ, ബുക്കിന്റെ മുഴുവൻ പേര് ഇങ്ങനെയാണ്, റോൾ ഓഫ് പ്രസ് ആൻഡ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഓൾ ത്രൂ ദ ഗാന്ധിയൻ എറ. ബുക്ക് എഴുതിയത് A.S. അയ്യങ്കർ ആണ് കേട്ടോ. A.S. അയ്യങ്കർ ആണ്. അടുത്തത് മൈ ഗോഡ് ഡൈഡ് യങ്. ഓക്കെ, മൈ ഗോഡ് ഡൈഡ് യങ് എഴുതിയത് ശാസ്ത്രി ഭ്രത്തയാണ്. ശാസ്ത്രി ഭ്രത്ത. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഓപ്ഷൻ അതുപോലെ 1 3 2 3 എന്നൊക്കെ കാണുന്നതിനേക്കാൾ ഈസി ഇതായിരിക്കും അല്ലേ. അതായത് നിങ്ങൾക്ക് വർക്കിന്റെ പേര് എഴുതാം, ഇയർ എഴുതാം, എഴുതിയത് ആരാണെന്ന് എഴുതാം. സെയിം പ്രോസസ്സ് തന്നെ. ഈ 4 വർക്കും അതുപോലെ തന്നെ അതിന്റെ റൈറ്റേഴ്സിനെ നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് എത്രാമത്തെ ചോദ്യമായിരുന്നു? നമ്മുടെ 7ാമത്തെ ചോദ്യമാണേ. അപ്പൊ നമുക്കിനി 8ാമത്തെ ചോദ്യമാണ് നോക്കാനായിട്ടുള്ളത്. 8. ഹൂ ഹാസ് റിട്ടൺ ദ ലൈഫ് ഡിവൈൻ? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ. ലൈഫ് ഡിവൈൻ എന്ന വർക്ക് എഴുതിയത് ആരാണ്? ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യം. അതായത് നമ്മളിപ്പം 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ നോക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ദ ലൈഫ് ഡിവൈൻ. ഓക്കെ, ലൈഫ് ഡിവൈൻ ആരുടെയാണ്? പേരൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഡാൻറ്റെ, എമേഴ്സൺ, ശ്രീ അരബിന്ദോ, ജയന്ത മഹപത്ര. ശ്രീ അരബിന്ദോടെയാണ് കേട്ടോ. ശ്രീ അരബിന്ദോയുടെ വർക്കാണ്. ശ്രീ അരബിന്ദോസ് ഒറിജിനൽ നെയിം Aravinda Ghosh, born on August 15, 1872 at Calcutta. The book was written by him in 1939. Okay, അപ്പം ഈ ഒരു എന്താണ് ലൈഫ് ഡിവൈൻ എന്ന വർക്ക് എന്നാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1939. The Life Divine is Sri Aurobindo's principal philosophical work in which he presents a theory of spiritual evolution. ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വൽ എവല്യൂഷനെ കുറിച്ചും ഐഡിയാസിനെ കുറിച്ചും കൺവേ ചെയ്യുന്ന പുസ്തകമാണ്. The Divine Comedy is an Italian narrative poem by Dante Alighieri. Okay, അടുത്തായിട്ട് നമുക്ക് എന്താണ് ഡാൻറ്റയുടെ പേര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻറ്റെ എന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് തന്നെയാണ്, ഡിവൈൻ കോമഡി അല്ലേ. ആരുടെയാണ്? ഡാൻറ്റയുടെയാണ്. ആൻഡ് കംപ്ലീറ്റഡ് അറൗണ്ട്, അതായത് ഇതിന്റെ ഒരു എഴുത്തൊക്കെ തന്നെ 1308 തുടങ്ങിയായിരുന്നു. 1329 ഒക്കെ ആകുന്നതോടുകൂടിയാണ് ഇതിന്റെ ഒരു റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഷോർട്ട്ലി ബിഫോർ ദ ഡെത്ത് ഓഫ് ഓതേഴ്സ്. ഓക്കെ, ഓതർ മരിക്കുന്നതിന് ഒരു ഷോർട്ട്ലി ബിഫോർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീഷൻ ഒക്കെ തന്നെ നടക്കുന്നത്. അപ്പം ഡിവൈൻ കോമഡി ഏത് ലാംഗ്വേജിലുള്ള പോം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ആണ് കേട്ടോ. ഇറ്റാലിയൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പോം ആണ്. അടുത്ത നമുക്ക് ഓപ്ഷനിലുള്ളത് റാൽഫ് വാൽഡോ എമേഴ്സൺ ആണ്, who went by his middle name Waldo, was an American essayist, lecturer, philosopher, minister, abolitionist and poet who led the transcendentalist movement of the mid-19th century. ജയന്ത മഹപത്രയാണ് ഇനി നമുക്കുള്ളത്. ഓക്കെ, അപ്പം എമേഴ്സന്റെ പ്രത്യേകതകൾ ഇനിയുണ്ട്. അമേരിക്കൻ സ്കോളറും അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് പോലെയുള്ള എസ്സേകളും ഒക്കെ പോപ്പുലറൈസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമേഴ്സൺ ആണ്. ജയന്ത മഹപത്രയുടെ പ്രത്യേകത ഇന്ത്യൻ പോയറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഹിസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ടു വിൻ എ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയിൽ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയന്ത മഹപത്രയ്ക്കാണേ. He was the author of poems such as Indian Summer, Hunger, which are regarded as classic in modern Indian English literature. Modern Indian English literature ക്ലാസിക്കുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ധാരാളം കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുള്ള ആളുകൂടെയാണ് ജയന്ത മഹപത്ര. ഓക്കെ, ഒരു ഇന്ത്യൻ റൈറ്റർ ആണെന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അങ്ങനെ നമുക്ക് അതിന് ആൻസർ കണ്ടെത്താൻ പറ്റി. സോ ക്വസ്റ്റിനും ആൻസറൂടെ ഒന്നുകൂടെ കാണിക്കാം. ലൈഫ് ഡിവൈൻ, ഓക്കെ, ശ്രീ അരബിന്ദോ പബ്ലിഷ് ചെയ്യുന്നത് 1939. 9th ക്വസ്റ്റ്യൻ മാച്ചപ്പ് ആണ്. മാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 and 2 തമ്മിലാണ് നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലിസ്റ്റ് 1 നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഓതേഴ്സിന്റെ പേരാണ്. ആൻഡ് അതർ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതൊക്കെ ടെക്സ്റ്റിന്റെ പേരാണ്. പോൾ എൽറിച്ചിനെ തന്നിട്ടുണ്ട്. പോൾ എൽറിച്ചിന് നേരെ എൻവയോൺമെന്റൽ ഇമാജിനേഷൻ ആണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ലോറൻസ് ബോൾ ഉണ്ട്, ഓൺ ദ ബീച്ച് ആണ് തന്നിട്ടുള്ളത്. നെവിൽ ഷൂട്ട്, സൈലന്റ് സ്പ്രിംഗ്. റേച്ചൽ കേഴ്സൺ, ദ പോപ്പുലേഷൻ ബോംബ്. ഓക്കെ, അപ്പൊ റേച്ചൽ കേഴ്സണിലെ വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അതായത് D3 വരുന്ന പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ക്ലാസ് കാണുന്നതിൽ മെജോറിറ്റിക്കും അറിയാവുന്ന ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് റേച്ചൽ കേഴ്സൺ തന്നെയായിരിക്കും. അത് കേഴ്സന്റെ പേരിലല്ല, കേഴ്സന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട് 1962 പബ്ലിഷ് ചെയ്യപ്പെട്ട ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ അടക്കമുള്ള DDT അടക്കമുള്ള കാര്യങ്ങൾ കാരണം, DDT പോലെയുള്ള പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം മനുഷ്യരാശിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൺവേ ചെയ്യുന്ന, അവർക്കുണ്ടാവുന്ന ബ്രീത്തിങ് പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ്, ലൈഫിന് പോലും ഹസാർഡ് ഉണ്ടാവുന്ന ടൈപ്പിലുള്ള ഒരു ഡേഞ്ചറസ് തിങ്. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു നറേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ റേച്ചൽ കേഴ്സൺ, സൈലന്റ് സ്പ്രിംഗ്. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റേച്ചൽ കേഴ്സൺ, അതായത് D3 വരുന്ന ഒറ്റ ഒരെണ്ണേ നമുക്കുള്ളൂ ഇല്ലേ, D3 വരുന്ന ഒരെണ്ണം. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഉത്തരം. A4, B1, C2, D3 ഇങ്ങനെ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പകരം കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ എടുത്ത് നോക്കാം. ഓക്കെ, അതായത് ഇവർ തന്നിട്ടുള്ളത് A4, B1, C2, D3 എന്നാണ്. ഓക്കെ, A4, B1, C2, D3. അപ്പൊ ആ ഓർഡറിൽ നമുക്ക് ആക്കാം. A4, B1, C2, D3. അപ്പൊ നോക്കി, പോൾ എലിച്ച് A4 നമ്മൾ കൊടുക്കണം അല്ലേ, ദ പോപ്പുലേഷൻ ബോംബ്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതാണ്, ലോറൻസ് ബോൾ. ലോറൻസ് ബോളിന് നേരെ എൻവയോൺമെന്റൽ ഇമാജിനേഷൻ. നെവിൽ ഷൂട്ടിന് നേരെ തന്നിട്ടുള്ളത് ഏതാണ്, നെവിൽ ഷൂട്ടിന് നേരെയാണ് 2 വന്നിട്ടുള്ളത് അല്ലേ. ദാറ്റ് മീൻസ് നമ്മുടെ ഓൺ ദ ബീച്ച് വരും. അതുപോലെ തന്നെ അവസാനത്തത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, റേച്ചൽ കേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് സൈലന്റ് സ്പ്രിംഗ്. ഓക്കെ, സോ A4, B1, C2, D3 എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ പല രീതിയിൽ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഇതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കോമ്പിനേഷൻ, അതായത് ഓതർ ടെക്സ്റ്റ് കോമ്പിനേഷൻ. മറ്റൊരെണ്ണം നമുക്ക് വരാൻ സാധ്യത ക്യാരക്ടർ ഓതർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ക്യാരക്ടർ ഓതർ കോമ്പിനേഷനിൽ ചോദിക്കും. അതുപോലെ തന്നെ ബുക്ക് ഓതർ കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ബുക്കും അതിന്റെ ഓതറും തമ്മിൽ മാച്ച് ചെയ്യുന്ന ടൈപ്പിലെ ബുക്ക് ഓതർ കോമ്പിനേഷൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം. സിഗ്നിഫിക്കൻ്റ് കൂടെയാണ് കേട്ടോ. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മുടെ 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം?
പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ക്രിട്ടിക്കൽ അപ്രോച്ച് ആണെന്ന് നമുക്ക് ഈസിലി ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൽ എന്തിനൊക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത്? ടെക്സ്റ്റിന്റെ ഇന്റേണലിനാണോ എക്സ്റ്റേണലിനാണോ ഫോക്കസ് കൊടുക്കുന്നത്? ആരാണ് ഈ മെത്തേഡ് പോപ്പുലറൈസ് ചെയ്യാനായിട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നത്? ഇതൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിന് നേരെ തന്നിട്ടുള്ള 4 പോയിന്റുകൾ ഇവിടെ ഉണ്ട്. The close analysis of literary text in such a way as to bring their political meaning. ഒരു പൊളിറ്റിക്കൽ മീനിങ് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോസ് അനാലിസിസ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ് നടത്തുകയാണ്. A movement which wish to make literary criticism more relevant. ലിറ്റററി ക്രിറ്റിസിസത്തിനെ കൂടുതൽ റെലവന്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. അടുത്തത് ക്ലോസ് അനാലിസിസ് ഓഫ് പോംസ് വിത്തൗട്ട് ടേക്കിംഗ് അക്കൗണ്ട് ഫോർ എനി എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. നമ്മൾ പോമിന് മാത്രം ഫോക്കസ് കൊടുക്കുന്നു, എക്സ്റ്റേണൽ ഇൻഫർമേഷൻസ് ഒന്നും അധികം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ഒട്ടും നമ്മൾ കൺവേ ചെയ്യാത്തത് ഓഫ് കോഴ്സ് നമ്മുടെ ക്ലോസ് റീഡിങ്ങിനാണ് അല്ലേ? ക്ലോസ് റീഡിംഗ് അഥവാ ന്യൂ ക്രിറ്റിസിസം. ക്ലോസ് റീഡിംഗ് അഥവാ ന്യൂ ക്രിറ്റിസിസം വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ റീഡിംഗ് ഒട്ടും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. മുഴുവനായിട്ടും നമ്മൾ ആ ടെക്സ്റ്റിനും അതുപോലെ തന്നെ അതിന്റെ ഫുട് നോട്ടുകൾക്കും ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. റാൻസം, ജോൺ ക്രൗ റാൻസം എന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമത് തരുന്നത് ദ സ്റ്റഡി ഓഫ് ആംബിഗ്യൂറ്റി. ആംബിഗ്യൂറ്റി ഉണ്ടാവുന്നത് നമുക്കറിയാം, ചില വാക്കുകൾ പറയുമ്പം ചില പ്രൊനൗൺസിയേഷനുകളിലൊക്കെ തന്നെ നമുക്ക് ആംബിഗ്യൂറ്റി ഉണ്ടാവാറുണ്ട് ഇല്ലേ? പലപ്പോഴും നൗണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം വാച്ച് എന്ന വേർഡിനെ നമ്മൾ ഒരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കാണുന്നു അല്ലെങ്കിൽ കണ്ടു എന്നുള്ള മീനിങ് കിട്ടും. വാച്ച് എന്ന വേർഡിനെ തന്നെ അല്ലാതെ നമ്മളൊരു നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടൈം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച് എന്നുള്ള മീനിങ് നമുക്ക് കിട്ടും. അങ്ങനെ 2 മീനിങ്സ് നമുക്ക് അവിടെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഏതാ കൊടുക്കാൻ പറ്റുന്നത്? ഏതാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ക്ലോസ് അനാലിസിസ് ഉണ്ട് ഓഫ് കോഴ്സ്. മൂവ്മെന്റ് വിഷ് ടു മേക്ക് ലിറ്റററി ക്രിറ്റിസിസം മോർ റെലവന്റ്, ഇമ്പോർട്ടന്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് പറയുന്നു. ക്ലോസ് അനാലിസിസ് ഓഫ് പോംസ് വിത്തൗട്ട് ടേക്കിംഗ് അക്കൗണ്ട് ഫോർ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. എക്സ്റ്റേണൽ ഇൻഫർമേഷൻ അത്രയും അങ്ങോട്ട് ഫോക്കസ് കൊടുക്കുന്നില്ല. സ്റ്റഡി ഓഫ് ആംബിഗ്യൂറ്റി ആണെന്നും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് ഇതിന്റെ ഉത്തരം വരുന്നത് വുമൻ വിഷ് ടു മേക്ക് ലിറ്റററി ക്രിറ്റിസിസം മോർ റെലവന്റ്. ലിറ്റററി ക്രിറ്റിസിസത്തിനെ കൂടുതൽ റെലവന്റ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷെയർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പാർട്ടും കൂടെ നോക്കണം. Practical criticism now refers to a way of reading poetry that concentrates on form and meaning rather than wider historical, cultural or authorial context. Okay? അപ്പോൾ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ഓഫ് റീഡിങ് എ പോയിട്രി ആണ് ദാറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ഫോം ആൻഡ് മീനിങ്. നമ്മൾ ഫോമിനും അതുപോലെ തന്നെ മീനിങ്ങിനുമാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കൂടുതൽ ഫോക്കസ് നമ്മൾ കൊടുക്കുന്നത് ഫോമിനും മീനിങ്ങിനുമാണ്. അതുപോലെ തന്നെ ഇറ്റ് ബിഗാൻ ഇൻ ദ 1920s വിത്ത് എ സീരീസ് ഓഫ് experiments by the Cambridge ക്രിട്ടിക് ഐ എ റിച്ചാർഡ്സ്. ശരിക്കും പറഞ്ഞാൽ ഐ എ റിച്ചാർഡ്സ് എന്ന കേംബ്രിഡ്ജ് വിദഗ്ധന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ശ്രമഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒരു മെത്തേഡ് തന്നെയാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഓക്കെ, എന്നാണ് ബിഗാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920കളിലാണ് ഇതിന്റെ തുടക്കം. അതുപോലെ തന്നെ he gave poems to students without any information about who wrote them or what they were written. ഓക്കെ, അപ്പോൾ ശരിക്കും ഇദ്ദേഹം കുട്ടികൾക്ക് പോംസ് കൊടുക്കുമ്പോൾ ആരാണ് അത് എഴുതിയതെന്നോ അല്ലെങ്കിൽ when they are written എന്നോ ഒന്നുമുള്ള ജഡ്ജ്മെന്റ്സ് കൊടുക്കാറില്ല. In practical criticism of 1929 he reported on and analyzed the result of his experiments. ഓക്കെ, അപ്പോൾ 1920 ഇദ്ദേഹം തുടങ്ങിയ ഈ പരീക്ഷണം ഇദ്ദേഹം 29 വരെ കൊണ്ടുപോവുകയും 29ലാണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ഏകദേശം ഒരു 10 വർഷക്കാലം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഇദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അപ്പം പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ മീൻ ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടെക്സ്റ്റിന് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട്, എക്സ്റ്റേണൽ ഐഡിയാസ് നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ക്ലോസ് അനാലിസിസ് ഓഫ് പോംസ് നമുക്ക് നടക്കുന്നുണ്ട് വിത്തൗട്ട് ടേക്കിംഗ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ നമുക്കൊരു ഉത്തരമാണ്. അതുപോലെ തന്നെ മൂവ്മെന്റ് വിച്ച് വിഷ് ടു മേക്ക് ലിറ്റററി ക്രിറ്റിസിസം മോർ റെലവന്റ് എന്നുള്ള അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഉത്തരവും നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് കേട്ടോ. ക്ലോസ് റീഡിംഗ് ഓഫ് പോംസ് വിത്തൗട്ട് ടേക്കിംഗ് അക്കൗണ്ട് ഫോർ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്നുള്ളതും നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് നമ്മൾ പോംസ് അനലൈസ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ടേക്കിംഗ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. റീഡിംഗ് പോയട്രി കോൺസെൻട്രേറ്റ്സ് ഓൺ
ഓൺ ഫോം ആൻഡ് മീനിങ് റാദർ ദാൻ വൈഡർ ഹിസ്റ്റോറിക്കൽ ആൻഡ് അതോറിയൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് മോർ കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോംസിനും അതുപോലെ തന്നെ ഇവർ ഹിസ്റ്റോറിക്കൽ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവർ എലിമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഹിസ്റ്റോറിക്കലും കൾച്ചറലും അതോറിയൽ കോണ്ടെക്സ്റ്റുകളുമാണ്. അല്ലാതെ എല്ലാ തരത്തിലുള്ള എക്സ്റ്റേണൽ ഐഡിയാസിനെയും എലിമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇത് കൂടുതൽ കറക്റ്റ് ആക്കാൻ പറ്റും. മൂവ്മെന്റ് വിച്ച് വിഷ് ടു മേക്ക് ലിറ്റററി ക്രിറ്റിസിസം മോർ റെലവൻറ്റ്. ലിറ്റററി ക്രിറ്റിസിസത്തിനെ കൂടുതൽ റെലവൻറ്റ് ആക്കാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണെന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് സപ്പോസ് ഇതിപ്പം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്, ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള ചോദ്യമായിരുന്നുവെങ്കിൽ 2ഉം 3ഉം നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വന്നേനെ. സോ ഇവിടെ നമുക്ക് റെലവൻറ്റ് ആയിട്ടുള്ള ഐഡിയ എന്നുള്ള ഒരു പോയിന്റ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ 2നെ കൺസിഡർ ചെയ്യാൻ പറ്റും. 3ഉം ഒരു പരിധി വരെ ശരി ഉത്തരം തന്നെയാണ്. ഓക്കെ, അതായത് പലപ്പോഴും ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡ് ഇതാണല്ലോ, നമുക്ക് സിമിലർ ആയിട്ട് തോന്നിക്കുന്ന ഓപ്ഷൻസ് ഒരുപാട് നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു 10 ചോദ്യങ്ങൾ നോക്കിയതിൽ തന്നെ ആദ്യത്തെ ചോദ്യവും ഈ ചോദ്യവും ഒക്കെ തന്നെ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളിൽ ലീഡ് ചെയ്യുന്ന ടൈപ്പിലാണ് എൻട്രി ചെയ്തിട്ടുള്ളത് അല്ലേ. സോ അതിനൊക്കെ തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ കീ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ്. ഫൈനൽ ആൻസർ കീയിലൂടെ അതിനുമൊക്കെയുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. എന്നാലും അതിന് മുന്നേ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുക. നമുക്ക് കൂടുതലായിട്ടും ഏതാണ് കറക്റ്റ് ആൻസേഴ്സ് എന്നൊക്കെ പിക്ക് ചെയ്ത് എലിമിനേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എടുത്തിട്ട് അതർ ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ പ്രാക്ടിക്കൽ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഐ.എ. റിച്ചാർഡ്സ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ 1920 ഈ ഒരു ഐഡിയ കൂടുതലായിട്ടും സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്, ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്. 29 ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു ഫൈനൽ എക്സ്പെരിമെന്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഐ.എ. റിച്ചാർഡ്സിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു പുസ്തകവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഐ.എ. റിച്ചാർഡ്സിന്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഉണ്ടാവും. താങ്ക്